ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കർക്കിടക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി നല്ല മഴയാണ് കേട്ടോ. കർക്കിടകം ആയതുകൊണ്ട് തന്നെ നല്ല മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിക്ക് മഴ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടംകുളത്തിയുടെ ഒരു കർക്കിടകക്കഞ്ഞിയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആയുർവേദ കടയിൽ പോയപ്പോൾ ഈ കിറ്റ് ഞാൻ കണ്ടതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. ഞവര അരിയുണ്ട്, ആശാളിയുണ്ട്, ഉലുവയുണ്ട്, പിന്നെ 2 തരം പൊടികളുണ്ട്. പച്ചമരുന്നിൻ്റെ പൊടിയും അതേപോലെ ഒരു പൊടിമരുന്ന് ചൂർണം എന്ന് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കർക്കിടകക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു സപ്ലിയും ഉണ്ട് കേട്ടോ. ഇതുണ്ടാക്കുന്ന ക്രമമൊക്കെ ഉപയോഗക്രമമൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മളെല്ലാ കൊല്ലവും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഈ കണ്ടംകുളത്തിയുടെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ ഞവരരിയും അതേപോലെ ആശാളി, ഉലുവ, പിന്നെ ഒരു പച്ചമരുന്നിൻ്റെ ഒരു പാക്കറ്റാണ് ഉണ്ടാകല്. ഇതിൽ 2 ഒരു പൊടിമരുന്ന് ചൂർണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പച്ചമരുന്ന് അതെ അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു പച്ചമരുന്നിൻ്റെ പാക്കറ്റാണ് വാങ്ങുന്ന കിറ്റിൽ കാണാല്ലേ. അപ്പോൾ കണ്ടംകുളത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് 2 മരുന്നിൻ്റെ ചൂർണം കാണുന്നുണ്ട് കേട്ടോ. പച്ചമരുന്ന് ചൂർണം അതേപോലെ പൊടിമരുന്ന് ചൂർണം. ഇത് 7 ദിവസത്തേക്കുള്ള കിറ്റാണ്. 7 പാക്കറ്റായിട്ട് ഞവരരി, 7 ആശാളി, 7 പാക്കറ്റ് ഉലുവ, അങ്ങനെ എല്ലാവരും അളന്ന് തൂക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് കിറ്റാക്കി തരുന്നതാണ്. 250 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിക്കാനുള്ള കിറ്റാണ്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ നമ്മളൊരു പാക്കറ്റ് ഞവരരി, അതേപോലെ ഒരു പാക്കറ്റ് ഉലുവ, ഒരു പാക്കറ്റ് ആശാളി, ഇത്രയും നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ചെറുപയർ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ചെറുപയർ ഞാനിതിൽ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നമുക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. നമുക്കൊരു 3 ആൾക്ക് കഴിക്കാനുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കർക്കിടകക്കഞ്ഞി ഒരുപാടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിച്ചാൽ മതി. ഒരു ചെറിയൊരു ബൗൾ കഴിച്ചാൽ മതി. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞവരരിയും പിന്നെ ഉലുവ, ആശാളി വേഗം ഇതേപോലെ കസ്കസ് പോലെ ഇങ്ങനെ പൊങ്ങും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് കഴുകിയിട്ട് ഇടണം. അതിന് കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയറൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വേവിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വേവുണ്ട് ഞവരരിക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ വെന്ത് വരണം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ തേങ്ങ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ അരക്കുന്നത് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നി. അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് ചേർത്തു കേട്ടോ. അരപ്പം അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ട് കഞ്ഞിയുടെ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണം കേട്ടോ. ഒരുപാടങ്ങ് തിളപ്പിക്കുന്ന വേണ്ട, വെട്ടി തിളപ്പിക്കുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ പയറും ഞവരരിയും ഉലുവയോ ആശാളിയോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് ഉടക്കൊന്നും വേണ്ട. ഓൾറെഡി വെന്തതാണ്. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു മരം പോലെ ഉണ്ടാകും ഞവരരിയൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ വേവാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ കണ്ടംകുളത്തിൻ്റെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൽ പൊടിമരുന്ന് ചൂർണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലാണ് ഈ അരിയും ഉലുവയും
ആശാളിയൊക്കെ ഇടാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പൊടിമരുന്ന് ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പച്ചമരുന്നിൻ്റെ പൊടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ആ പൊടിമരുന്ന് ചൂർണം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പച്ചമരുന്നിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സായി വന്നാൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വരുന്ന പച്ചമരുന്നും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മളെ ഭാഗത്തൊക്കെ കർക്കിടക മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത കളറിലൊരു മരുന്നുണ്ടാക്കും. അത് നല്ലതാണ് കേട്ടോ. പ്രസവരക്ഷ മരുന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മുടെ ഭാഗത്ത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. ഇപ്രാവശ്യം നമുക്ക് മഞ്ഞപ്പിത്തൊക്കെ വന്നുകൊണ്ട് അതൊന്നും കഴിക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കർക്കിടക കഞ്ഞിയിലേക്കാണ് കിടന്നിരിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും കർക്കിടക കഞ്ഞി കുടിക്കലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല, ഞാനെന്തായാലും കുടിക്കലുണ്ട് കേട്ടോ. ഞാനും ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ കുടിക്കലുണ്ട്. അപ്പോൾ ചെറുപയറിട്ട നല്ല ടേസ്റ്റാണ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റൊന്നും പിടിക്കില്ല കേട്ടോ. ആ പച്ചമരുന്ന് ചൂർണ്ണം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ പൊടിമരുന്ന് ചൂർണ്ണം കൂടി ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു കുത്തൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ച് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ രാത്രിയാണ് നമ്മൾ കഴിക്കുന്നത്. രാത്രിയാണ് കഴിക്കേണ്ടത് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാം കേട്ടോ. ടേസ്റ്റ് വേണ്ടെങ്കിൽ കുറച്ച് നെയ്യും ഉള്ളി താളിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചൂടോടങ്ങ് കഴിക്കലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കർക്കിടകക്കഞ്ഞി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കർക്കിടക മാസത്തിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.